അപ്പോൾ ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നടന്ന് കഴിയുകയും ചെയ്തു. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് നമ്മുടെ ചാരങ്ങാട്ട് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കാൻ പോവാണ്. എന്തായാലും പ്രൊഫസറിനെയും കുടുംബത്തെയും തകർക്കാൻ വേണ്ടിയിട്ട്, ഗൗരിയെ തകർക്കാൻ വേണ്ടിയിട്ട് മഹാദേവനും രാധാമണിയും കൂടി പുതിയൊരു പ്ലാൻ തയ്യാറാക്കുവാണ്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ വേണിയും ആദർശം തമ്മിൽ എങ്ങനെയെങ്കിലും ശിവരഞ്ജിനെ പൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും വേണി വന്ന ഉടനെ തന്നെ ആദർശിനോട് പറയുന്നുണ്ട്, ആദർശായിട്ട് എന്തായാലും ഇന്ന് ബൈക്കിൽ പോകേണ്ട ആവശ്യമില്ല, കാറിൽ പോയാൽ മതി. അപ്പം എന്താണ് എന്ന് നന്ദിനിയമ്മ ചോദിക്കുമ്പോൾ, അന്ന് ഒരു ആക്സിഡന്റ് പറ്റിയതിന് ശേഷം എനിക്കൊരു പേടിയുണ്ട് നന്ദിനിയമ്മ, ഇനിയിപ്പോൾ വണ്ടിയിൽ പോയിട്ട് എന്തെങ്കിലും പറ്റിയാലോ, അതുകൊണ്ട് കാറിൽ പോകുന്നതാണ് കുറച്ചുകൂടി സേഫ് എന്ന് പറഞ്ഞ് നന്ദിനിയമ്മയും പറഞ്ഞ് വിശ്വസിപ്പിച്ച് കാറിന്റെ കീ ഒക്കെ എടുത്ത് ആദർശിനെ പറഞ്ഞു വിടുവാണ്. എന്നാൽ ആദ്യം ആദർശ് തടഞ്ഞപ്പോൾ നന്ദിനിയമ്മ പോയ പിറകെ തന്നെ വേണി ആദർശിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ബൈക്കിൽ പോയി കഴിഞ്ഞാൽ ശിവരഞ്ജിനെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ പറ്റത്തില്ലല്ലോ, പിന്നെ ബൈക്കിൽ ഒട്ടിയുരുമിയിരിക്കും, അത് വേണ്ട, അതുകൊണ്ട് കാറിൽ പോകുന്നതാണ് കുറച്ചുകൂടി സേഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാർ എടുത്തുകൊണ്ട് പോകാൻ പറയുന്നത്. അങ്ങനെ കാറൊക്കെ എടുത്ത് ആദർശ് പോയി ആദർശിനെ യാത്രയൊക്കെ അയച്ചെങ്കിൽ പോലും നന്ദിനിയമ്മയ്ക്ക് ചെറിയൊരു സംശയമുണ്ട്. എന്നാൽ വേണി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് തഞ്ചത്തിൽ ഡീൽ ചെയ്തെങ്കിൽ പോലും ചെറിയ സംശയങ്ങൾ നന്ദിനിയമ്മയ്ക്ക് ഉടലെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിയുമ്പോൾ ഇവിടെ ഗംഗയും ശങ്കറും തമ്മിൽ മറ്റൊരു കാര്യം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ശങ്കർ ഇവിടെ അമ്പലത്തിൽ ജോലി ചെയ്യുന്ന കാര്യം ആർക്കും അറിയത്തില്ല, സ്വന്തം ഭാര്യയായിട്ടുള്ള ഗൗരിക്ക് പോലും ആ സത്യം അറിയത്തില്ല. എന്നാൽ ഗംഗയാണ് ആ ഒരു സത്യം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ സത്യം ആരോട് നീ പറയരുത്, അപ്പോൾ എന്തുകൊണ്ട് ഗൗരിയോടും പറയാൻ പാടില്ല എന്ന് നീ പറയുന്നത് എന്ന് ഗംഗ തിരിച്ചു ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഗൗരിയുടെ അടുത്ത് പറയേണ്ട ഒരു ആവശ്യവുമില്ല, പക്ഷെ പറയേണ്ട സമയം വരുമ്പോൾ ഞാനായിട്ട് പറഞ്ഞോളാം, ഇപ്പോൾ പറയരുണ്ട എന്ന് അവിടെ ശങ്കർ ഗംഗയോട് ഇത് താക്കീത് നൽകുന്നുണ്ട്. എന്നാൽ ഗംഗ തിരിച്ചു ചോദിച്ചു, ശരി ഞാൻ ഇനിയിപ്പോൾ പറയണോ വേണ്ടത്, അപ്പോൾ നോക്കാം. എന്തായാലും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്? കാരണം അത്രത്തോളം സ്വത്തുക്കളുടെ അവകാശി, അതിൽ ഒരു അംശം ഇത്രയും ഒരുപാട് ബാറുണ്ട്, ഒരുപാട് നിങ്ങൾക്ക് തന്നെ ഒരുപാട് സ്വത്തുക്കളുണ്ട്, അതിലൊരു അവകാശിയായിട്ടുള്ള ശങ്കർ എന്തുകൊണ്ട് കുറച്ച് പൈസക്ക് കുറഞ്ഞ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടോന്ന് ജോലി ചെയ്യുന്നു എന്നവിടെ ഗംഗ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ശങ്കർ പറയാൻ തയ്യാറായില്ലെങ്കിൽ പോലും വീണ്ടും ഗംഗയുടെ നിർബന്ധപ്രകാരം ശങ്കർ ആ ഒരു കാര്യം പറയുവാണ്, ഞാൻ ഈ ജോലി ചെയ്യുന്നത് ഗൗരിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഒരിക്കൽ ഗൗരിയായിട്ട് വഴക്കുണ്ടായ സമയത്ത് ഗൗരി പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റുള്ളവരെ നമ്പിയാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ കൈ നീട്ടി യാചിക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് അന്ന് ഗൗരി വഴക്ക് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു വാശിപ്പുറത്താണ് ജോലി ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ആ ഒരു ദിവസം 2 ദിവസം ഞാൻ ജോലി ചെയ്തപ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട്, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് എടുക്കാതെ ഞാൻ അധ്വാനിച്ച് കിട്ടുന്ന ആ ഒരു പൈസ കൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു ആശ്വാസമുണ്ട്, അതാണ് എനിക്ക് വേണ്ടത്. അത് മാത്രമല്ല ഗൗരി എന്ന് പറയുമ്പോൾ വിചാരിക്കുന്ന ആളല്ല. ഗൗരി കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇത്രയും സ്വത്തുക്കൾ കണ്ടിട്ടോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പ്രതാപം കണ്ടിട്ടോ ഒന്നും അല്ല ഗൗരി കല്യാണം കഴിച്ച് വന്നത്. അപ്പോൾ അവൾക്ക് ഈ ഒരു പൈസയിലൊന്നും അത്ര ആർത്തിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഗൗരി. അപ്പോൾ ഗൗരി എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവൾക്കെന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ളവർ അധ്വാനിച്ച് കിട്ടുന്ന പൈസയിൽ ഒരിക്കലും നമ്മൾ ജീവിക്കാൻ പാടില്ല, നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന പൈസ വെച്ച് നമ്മൾ ജീവിക്കണം, അതാണ് ഗൗരി പറയുന്നത്. അപ്പോൾ ഗൗരി ആ ഒരു വാക്കിന്റെ പേരിലാണ് ഞാൻ ജോലിക്ക് വന്നത്, അങ്ങനെ ഗൗരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മാറിയത്. അപ്പോൾ ഇപ്പോൾ അവളോട് പറയേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ പറയും എന്ന് ശങ്കർ അവിടെ ഗംഗയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ഗംഗയ്ക്ക് ഒരു ആശ്ചര്യം തോന്നി, കാരണം സ്വന്തം ഭാര്യ പറഞ്ഞിട്ട് ഇത്രത്തോളം മാറ്റം ശങ്കറിൽ വന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാലും ഗംഗ ചെറുതായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ ഒരു കാര്യം എന്തായാലും ഞാൻ പറയും, കാരണം ശങ്കു എന്നോട് പറഞ്ഞത് ഗൗരിയോട് എനിക്ക് അസൂയുണ്ടെന്നാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഈ ഒരു കാര്യം പറയും എന്ന് വാശി പിടിച്ച് ഗംഗ അങ്ങ് എണീറ്റ് ഓടിപ്പോവാണ്. എന്നാൽ ശങ്കറിന്റെ മനസ്സിലൊരു പേടിയുണ്ട്, ഈ ഒരു സത്യം എങ്ങനെ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഗൗരി കുഴപ്പമില്ല, അവള് എന്നെ വിശ്വസിക്കും, പക്ഷെ അച്ഛനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭൂകമ്പം തന്നെ അവിടെ ഉണ്ടാകും, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ച് ശങ്കർ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് മഹാദേവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ പ്രൊഫസർ മഹാദേവനെ കോൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പ്രൊഫസറെ, ആദ്യം മഹാദേവനെ കോൾ എടുക്കാനൊന്നും തയ്യാറായില്ല, എന്തെങ്കിലുമൊക്കെ കൊണസ്റ്റ് പറയാനായിരിക്കും എന്നാണ് പ്രൊഫസർ നമ്മുടെ മഹാദേവൻ
മഹാദേവൻ പ്രൊഫസറിനെ കുറിച്ച് വിചാരിച്ചിരുന്നത്. അങ്ങനെ കോൾ എടുത്തപ്പോൾ തന്നെ നമ്മുടെ ശ്യാമപ്രസാദ് പറയുന്നുണ്ട് ആരതിയെ പെണ്ണ് കാണാനായിട്ട് നാളെ കുറച്ച് കൂട്ടർ വരുന്നുണ്ടെന്നും. അപ്പോൾ ആരതിക്ക് ഇഷ്ടമായി, അപ്പോൾ എന്തായാലും മഹാദേവനും കുടുംബവും എല്ലാവരും നാളെ ഇങ്ങോട്ട് വരണം എന്ന് മഹാദേവനോട് പറയുന്നുണ്ട്. അപ്പോൾ ആരാ ചെക്കൻ എന്താ ചെയ്യുന്നേ, വല്ല ക്ലർക്കോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ചെക്കൻ ഒരു ഡോക്ടറാണ്. അപ്പം മൃഗ ഡോക്ടർ എങ്ങാനും ആണോ? അല്ല, ചെക്കൻ ഒരു മനുഷ്യനെ നോക്കുന്ന ഒരു ഡോക്ടറാണ്, MBBS ആണ്. അപ്പോൾ എല്ലാവരും നാളെ ഇങ്ങോട്ട് എത്തണം എന്ന് മഹാദേവനോട് പറയുകയും, എന്നാൽ തനിക്ക് ഈ ഇലക്ഷന്റെ വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ കുറച്ച് കമ്മിറ്റി മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര ദൂരം വരാനായിട്ട് സാധിക്കത്തില്ല എന്ന് മഹാദേവൻ ഒഴിഞ്ഞു മാറുവാണ്. എന്നിട്ട് വേണിയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ഫോൺ കൊടുക്കാമോ എന്ന് ചോദിക്കുകയും അങ്ങനെ വേണി ഫോൺ വാങ്ങിച്ചതിന് ശേഷം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞതിന്റെ കൂട്ടത്തിൽ മഹാദേവൻ പറയുന്നുണ്ട് ഞാൻ ഒരു ഹോം നേഴ്സിനെ വെക്കാം എന്ന് വേണിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണിയെ നോക്കാൻ വേണ്ടിയിട്ട് നാളെ ഒരു ഹോം നേഴ്സ് വരും എന്ന് മഹാദേവൻ പറയുകയും, എന്നാൽ എനിക്ക് ഇപ്പോൾ ഹോം നേഴ്സിനെ വേണ്ട, ആദ്യം വേണ്ട, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ മഹാദേവൻ തന്റെ വാശിയിൽ ഉറച്ചു തന്നെ നിന്നു. അതിനുശേഷം വേണി പറയുവാണ് അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 3 മാസം കഴിയുമ്പോൾ ഹോം നേഴ്സ് മതി, അതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അച്ഛാ എന്ന് പറയുകയും, ശരി നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ, ഇത് എന്റെ പേരക്കുട്ടിയാണ്, എന്റെ പേരക്കുട്ടിക്ക് ഞാൻ തന്നെ പേരിടും, എന്റെ പേരക്കുട്ടിയെ ഞാൻ തന്നെ നോക്കും, വേറെ ഒരാൾ നോക്കാനും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് മഹാദേവൻ വാശി പിടിക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് ഇല്ലാത്ത ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ ആറ്റുനോറ്റ് കാത്തിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വേണിക്കും സങ്കടമുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വേണി കോള് വെച്ചുവെങ്കിൽ പോലും പ്രൊഫസർ പറഞ്ഞ ആ ഒരു കാര്യം മഹാദേവന്റെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യത്തിന്റെ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ആ ഒരു ദേഷ്യത്തോടെ മഹാദേവൻ അകത്തോട്ട് കയറി പോകുന്ന സമയത്ത് രാധാമണി കുടിക്കാനായിട്ട് പായസം കൊണ്ടുവരികയും, എന്നാൽ ആ ഒരു പായസം ദേഷ്യത്തോടെ കൊണ്ടുവെക്കിടി എന്ന് പറഞ്ഞ് രാധാമണിയോട് കയർത്ത് സംസാരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് മഹാദേവൻ പറയുന്നത് പ്രൊഫസർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നും ആരതിയെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ വരുന്നുണ്ടെന്നും, എന്നാൽ അത് ഡോക്ടറാണ് എന്നുള്ളൊരു കാര്യമൊക്കെ മഹാദേവൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഗൗരി ഇനി ഭയങ്കരമായിട്ട് തുള്ളിച്ചാടും, പിന്നെ അവളുടെ കുറച്ച് ഈഗോയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണേണ്ടി വരും എന്നൊക്കെ രാധാമണി അവിടെ പറയുന്നുണ്ടെങ്കിലും മഹാദേവൻ പറഞ്ഞത് ഒരിക്കലും ആരതിയുടെ കല്യാണം നടക്കാനായിട്ട് പോകുന്നില്ല, ഞാൻ ആ ഒരു കല്യാണം നടത്തത്തില്ല എന്നൊരു വാശി മഹാദേവൻ നിൽക്കുവാണ്. അന്ന് എന്റെ മുന്നിൽ വെച്ചാണ് എന്റെ മകന്റെ കരണത്ത് ആരതി അടിച്ചത്. ആ ഒരു അടി ഞാൻ ഇന്നും മറന്നിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും ആരതിയുടെയും ആ ഒരു ഡോക്ടർ ചെക്കന്റെ കല്യാണം ഞാൻ നടത്തത്തില്ല, അത് മുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പണിയും ചെയ്യുമെന്ന് മഹാദേവൻ അവിടെ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയും, അങ്ങനെ ചെറിയൊരു സംഘർഷം അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഒരു ഗൂഢാലോചനയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വേണിയുടെയും ആദർശിന്റെയും പ്ലാനുകൾ വർക്കൗട്ടായി തുടങ്ങിയിട്ടുണ്ട്. ആദർശ് ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഓഫീസിൽ നിൽക്കുന്ന സമയത്ത് ശിവരഞ്ജിനി മൈൻഡ് വെക്കാതെ പോവുകയും, എന്നാൽ മൈൻഡ് വെക്കാതെ പോയ ശിവരഞ്ജിനെ ആദർശ് വിളിച്ചു നിർത്തിയിട്ട് എന്താ ശിവരഞ്ജിനി എന്താ നീ ഇങ്ങനെ മൈൻഡ് വെക്കാതെ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ സംസാരിക്കാൻ വരുമ്പോൾ ആദർശയുടെ ദേഷ്യത്തോടെ നിൽക്കത്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ പോകുന്നത് എന്ന് അവിടെ രഞ്ജിനി പറയുന്നുണ്ട്. ആ സമയത്ത് ആദർശ് പറയുവാണ് അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് കുറച്ച് പുറത്തു പോവാം, ഒരു ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കുക, നമുക്കൊന്ന് പുറത്തു പോവാം. അപ്പൊ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് സീക്രട്ട് ആണ് എന്ന് ആദർശ് പറഞ്ഞിട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ രഞ്ജിനി മനസ്സിൽ വിചാരിക്കുവാണ്, കണ്ടോ എന്റെ പ്ലാനുകളെല്ലാം ഏറ്റു, ആദർശേട്ടൻ എനിക്ക് സ്വന്തമാണ്, കൃഷ്ണവേണിയിൽ നിന്നും ആദർശേട്ടനെ ഞാൻ ഇനിയും അകറ്റും, ഇപ്പോൾ തന്നെ എന്റെ പ്ലാനുകളും എന്റെ പരിധിയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് മനക്കണ്ണോട് ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് രഞ്ജിനി. എന്നാൽ ഇതെല്ലാം വേണിയുടെയും ആദർശിന്റെയും ഒരു പ്ലാനുകൾ മാത്രമാണ് എന്ന് രഞ്ജിനി മനസ്സിലാക്കുന്നില്ല. അവിടെ വെച്ചാണ് കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും രഞ്ജിനിയെ തകർക്കാൻ വേണ്ടിയിട്ട് വേണിയും ആദർശും ഭയങ്കരമായിട്ട് പ്രയത്നിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു പ്രയത്നം വിജയിക്കുമോ വിജയിക്കത്തില്ലെന്ന് ഇനി നമുക്ക് ആ ഒരു ഷോപ്പിംഗ് കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തായാലും ആരതിയുടെ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല, അവള് ഇങ്ങനത്തെ ഒരു പയ്യനെ കെട്ടി നല്ല സന്തോഷത്തോടെ ജീവിക്കാനും പാടില്ല, ഗൗരിയുടെ വീട്ടുകാരെല്ലാവരും തകർന്നു പോകണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് മഹാദേവൻ നിൽക്കുന്നത്. അപ്പൊ ഇനി ആരതിയുടെ ആ ഒരു പെണ്ണുകാണൽ ചടങ്ങിനിടയിൽ മഹാദേവൻ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? എന്തായാലും വിവാഹം ആരതിയുടെയും മിഥുന്റെയും വിവാഹം നടക്കുമോ നടക്കില്ലയോ എന്ന വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ വന്ന് നേരത്തെ നിൽക്കുവാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.